സ്വാഗത പ്രസംഗത്തിൽ ബീച്ചിനെ പറ്റി പറഞ്ഞ നല്ല വാക്കിന് ആദ്യമായി നന്ദി പറയാം. നമ്മുടെ തറവാട് തന്നെയാണ് ബീച്ച്. നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ ശക്തമായ പിന്തുണ നൽകിയ രണ്ട് മാന്യ വ്യക്തികളാണ് ഇസാഖ് സാറും സബീർ സാറും. നിരവധി കടമ്പകളാണ് ആ കാലഘട്ടത്തിൽ മെക്സവൻ്റെ പുനർജീവനത്തിന് വേണ്ടി നമ്മൾ. അതോടൊപ്പം തന്നെ നല്ലൊരു കൂട്ടായ്മ. എനിക്ക് തോന്നുന്നത് അബ്ദുൽ ഖാദർ സാറിനൊക്കെ ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധങ്ങളാണ്. മാഷ് നമ്മളെ നൈബറാണ്. ഇദ്ദേഹമാണ് പുതുതായിട്ട് ഞാൻ എനിക്ക് പരിചയപ്പെടാനുള്ളത്. എന്തായാലും പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞാൽ എത്ര കാശുണ്ടെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുള്ളത്. അതൊരു നിയോഗമാണ്. ആ നിയോഗമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. പരിശുദ്ധ മനസ്സുള്ള ഉണ്ടാവണം. സമ്പത്ത് എൻ്റെതല്ല എന്നൊരു ബോധ്യം ഓരോ മനസ്സിൻ്റെ മാനവ വ്യക്തിക്കും മനസ്സിനുള്ളിലുണ്ടാവണം. ഇതെല്ലാം എനിക്ക് പഠിച്ചതാണ്. ഇതിൻ്റെ ശ്വാസം മാത്രമാണ് എനിക്ക് സ്വന്തമായിട്ടുള്ളത്. അത് നിരച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്നൊരു ബോധ്യം ഓരോ മാനവ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ രാജ്യങ്ങൾ അറിയാതെ നടക്കുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവനെ വില അത് മാനവ സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം എല്ലാം നല്ല രീതിയിൽ പോകും. അതിലൊക്കെ എനിക്കറിയാം, നമ്മളെ ആദ്യത്തെ നെയ്ബറാണ്. ഇപ്പോൾ നാസറാണ് അവിടെ താമസിക്കുന്നത്. വർഷങ്ങൾക്കുള്ള ബന്ധമാണ്. അതോടൊപ്പം നമ്മുടെ കലക്ടേഴ്സ് റോഡിന് ഏറ്റവും കൂടുതൽ അന്ന് ശക്തി പകർന്ന ഒരു ദേഹം കൂടിയാണ്. ആഷിം സാറ് എം എ ഹൈസ്കൂളിലെ മാഷാണ്. നമ്മുടെ ആ സമയത്ത് നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് അവിടെ നിരാഹാരമൊക്കെ ഞങ്ങൾ കിടന്നപ്പോൾ ശക്തമായ പിന്തുണ നൽകിയൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തെയാണ് ഞാൻ നേരിട്ട് പരിചയമില്ലാത്തത്. മനസ്സുകൊണ്ട് മുഖം കൊണ്ട് ഒരു നല്ല മനുഷ്യസ്നേഹിയാണെന്ന് തോന്നുന്നുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മനസ്സാണ് ഏറ്റവും വലുത്, മനുഷ്യൻ്റെ മുഖമല്ല. സൗന്ദര്യം കിടക്കുന്നത് മനസ്സിലാണ്. എന്തായാലും ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഞാൻ നെറ്റി തന്നെ അവർക്ക് വരാനുണ്ടല്ലോ എന്നുള്ളത് തന്നെ. നമുക്ക് സർവശക്തൻ നമുക്കൊരു ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ തരുമ്പോൾ നമ്മുടെ ശരീരത്തൊന്നുമില്ല, വസ്ത്രം പോലുമില്ല, ബാക്കിയൊക്കെ നമുക്ക് വന്നു ചേർന്നതാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ അതേപോലെയാണ് യാത്രയാകുക. ആ ഇടയിലുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതം പരിശുദ്ധമാക്കണം. ആ പരിശുദ്ധമാകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഹജ്ജ് കർമ്മം നിർമ്മിച്ചാൽ അത് പൂർണ്ണമാകുകയുള്ളൂ. എന്നിരുന്നാലും ഈ മൂന്നാൾക്കും സർവശക്തൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും അത് യാത്രയും എല്ലാം മംഗളമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.